നമസ്കാരം. അമ്മയുടെ ആൺ സുഹൃത്തിനെ വൈദ്യുതാഘാതമേൽപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പുന്നപ്ര വാടക്കൽ സ്വദേശി കിരൺ ആണ് അയൽവാസി കൂടിയായ ദിനേശിനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ദിനേശിന്റെ മൃതദേഹം കളർകോട് ജംഗ്ഷന് സമീപം പാടശേഖരത്തിൽ നിന്ന് കണ്ടെത്തുന്നത്. ഇരുമ്പ് തകിടിൽ വൈദ്യുതി കടത്തിവിട്ട് ആയിരുന്നു ദിനേശിനെ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത്. രാത്രി വൈകി തന്റെ വീട്ടിൽ നിന്ന് ദിനേശൻ പുറത്തിറങ്ങുന്നത് കണ്ടാണ് കിരൺ നേരത്തെ തയ്യാറാക്കിയ കെണിയുടെ സ്വിച്ച് ഇട്ടത്. ഷോക്കേറ്റ് നിലത്ത് വീണ ദിനേശന്റെ മരണം ഉറപ്പിക്കാൻ കൈകളിൽ വീണ്ടും ഷോക്കടിപ്പിച്ചു. കിരണും അച്ഛൻ കുഞ്ഞുമോനും ചേർന്നാണ് മൃതദേഹം പറമ്പിൽ കൊണ്ടിട്ടത്. അമ്മ അശ്വമ്മ തെളിവ് നശിപ്പിക്കുന്നതിനും കൂട്ടുനിന്നു. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അയച്ചത്. മരപ്പണിക്കാരനാണ് ദിനേശൻ. വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന ഇയാൾ വാടക്കലിലെ ലോഡ്ജിലാണ് താമസം. വെള്ളിയാഴ്ച രാത്രി 10:05 ദിനേശൻ ലോഡ്ജിൽ നിന്നിറങ്ങുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. പിന്നീട് കുഞ്ഞുമോന്റെ വീട്ടിലെത്തി മടങ്ങുമ്പോഴാണ് കിരണും കുഞ്ഞുമോനും നേരത്തെ ഒരുക്കി വെച്ച വൈദ്യുത കെണിയിൽപ്പെടുത്തി കൊലപ്പെടുത്തിയത്. തരിശും വെള്ളക്കെട്ടുമുള്ള ഇവിടെ മഴക്കാലത്ത് മീൻ പിടിക്കാൻ കിരൺ വൈദ്യുതി കെണി ഉപയോഗിക്കാറുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ കിരണിന്റെ കഴിവും കൊലപാതകം എളുപ്പമാക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് മൃതദേഹം ദിനേശന്റെ വീട്ടിനടുത്തുള്ള പറമ്പിൽ കൊണ്ടിട്ടത്. ശനിയാഴ്ച വൈകുന്നേരമാണ് ഇത് കണ്ടവർ പോലീസിനെ അറിയിച്ചത്. ദിനേശൻ മദ്യലഹരിയിൽ കിടക്കുകയാണ് എന്നാണ് ആളുകൾ ആദ്യം കരുതിയത്. പ്രതികളെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവുകൾ എടുത്തു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷവും പ്രതി കിരൺ സാധാരണ മട്ടിലാണ് നിന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനുമെല്ലാം മുന്നിൽ തന്നെ ഇയാൾ ഉണ്ടായിരുന്നു. കൊലയാളി എന്ന ഒരു സംശയം പോലും നൽകാതെയുള്ള കാര്യങ്ങളായിരുന്നു കിരൺ ചെയ്തുകൊണ്ടിരുന്നത്. സംഭവത്തിൽ കിരണിനെ കഴിഞ്ഞ ദിവസം പുന്നപ്രയിലെ വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അമ്മയ്ക്ക് ആൺ സുഹൃത്തുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 ദിവസം മുൻപാണ് ദിനേശൻ വീട്ടിലെത്തുന്ന സമയത്ത് വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ കെണിയൊരുക്കിയത്. വീട്ടിലെത്തിയ ദിനേശന് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. പിന്നീട് മരണമുറപ്പിക്കാനായി വീണ്ടും വൈദ്യുതാഘാതം ഏൽപ്പിച്ചു. തുടർന്ന് പിതാവുമായി ചേർന്ന കിരൺ മൃതദേഹം പാടശേഖരത്ത് കൊണ്ടിടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷോക്കേറ്റാണ് മരണകാരണമെന്ന് കണ്ടെത്തി. എന്നാൽ മൃതദേഹം കിടന്ന സ്ഥലത്ത് ഷോക്ക് കേൾക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിരണും പിതാവും അമ്മയും പിടിയിലായത്. പിതാവിന് കൊലപാതക വിവരം അറിയാമായിരുന്നു. മൃതദേഹം ഉപേക്ഷിക്കാൻ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്ന പോലീസ് അന്വേഷണം നടക്കുകയാണ്. മദ്യപനായ ദിനേശന്റേത് സ്വാഭാവിക മരണമാണെന്നാണ് ആദ്യം നാട്ടുകാർ തന്നെ കരുതിയത്. പിന്നീടാണ് നാടിനെ ഞെട്ടിച്ച ഒരു വിഷയമായി ഈ ഒരു കൊലപാതകമായി ഇത് മാറിയത്.